നമസ്കാരം. ഇന്ന് വീക്കെൻഡ് ആണ്. അപ്പൊ വീക്കെൻഡ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലാണ്. അപ്പൊ ഇന്ന് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നതേ മട്ടൻ ബിരിയാണിയാണ്. ഇപ്പൊ ഇന്ന് നമ്മുടെ ഗഡികളൊക്കെ നാട്ടി പോയേക്കുക, വിജിയും അജയനൊക്കെ നാട്ടി പോയേക്കുക. അപ്പൊ ബ്രിട്ടോ ഉണ്ട്, അതും ഉണ്ട്. അപ്പൊ ഒരു മട്ടൻ ബിരിയാണി, അതേത് ഹൈദരാബാദി ദം ബിരിയാണി, മട്ടൻ ഹൈദരാബാദി ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. പോയ കഞ്ചര. അങ്ങനെ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില, പുതിനയില, സബോള ഇതൊക്കെ അരിഞ്ഞു വയ്ക്കുക. പിന്നെ അതുപോലെ മട്ടൺ വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം കഴുകി അത് ഒരു ചട്ടിയിലിട്ട് അതിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട്, അതുപോലെ എവറസ്റ്റിൻ്റെ ബിരിയാണി മസാലയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്, അത് ഒരു 2 ടീസ്പൂൺ ഇട്ട്, പിന്നെ പുതിനയില, മല്ലിയില, ഉപ്പ്, പാകത്തിന് ഉപ്പ്, പിന്നെ അതുപോലെ തൈര്, പിന്നെ ഒരു ലേശം ചൊറുക്ക് ഒഴിക്കുന്നുണ്ട് ഈ മട്ടൻ്റെ വേവൊക്കെ ഒന്ന് സെറ്റായി വരാനായിട്ട്. അത് കൈകൊണ്ട് നല്ലോണം തിരുമ്മി എല്ലാ മട്ടണിനും മസാല വരത്തക്ക രീതിയിൽ തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ബിരിയാണിയിലേക്ക് ആവശ്യമായ സബോള, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ വറുത്തെടുക്കാവുന്നതാണ്. അത് വറുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ചട്ടിയിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു ലേശം ഓയിലും ഒഴിച്ച് അതിൽ വേണം വറുത്തെടുക്കാൻ. അത് വറുത്തെടുക്കുക. അതിനോടൊപ്പം നമുക്ക് ഈ മട്ടൺ കുക്കറിലാണ് വേവിക്കുന്നത്. അതൊരു 4 വിസിൽ, 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വേവിച്ചതിന് ശേഷം ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ ഈ തക്കാളി, ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ കുറച്ച് സബോള, പിന്നെ അതുപോലെ കുറച്ച് ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് ഈ ബിരിയാണി മസാല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പറയുന്ന മട്ടൻ്റെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇട്ട് അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കുക, ഒന്ന് കട്ടിയുള്ള ഗ്രേവി ആയി വരുന്നവർക്ക് സെറ്റാക്കുക. ആ നേരം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച്, അതുപോലെ അതിലേക്ക് ബേ ലീഫ്, കുരുമുളക്, ഗ്രാമ്പൂ, 4 ഏലക്കായ, കറുവപ്പട്ട, അതുപോലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കുറച്ച് സബോള ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിയിട്ട് ഒരു 90% വേവാക്കുക. എന്നിട്ട് അത് ഊറ്റിയെടുക്കുക. ആ ഊറ്റിയെടുത്തത് ഈ മട്ടൺ വേവിച്ച് വെച്ചതിൻ്റെ മീതെ നമ്മൾ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ആ വക സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് എന്താ പറയുക നെയ്യും എല്ലായിടത്തും വെച്ച് കുറച്ച്, ഞാനിപ്പോൾ ഇവിടെ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കളറിന് പകരം നിങ്ങൾ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് സ്പ്രെഡ് ചെയ്താലും മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി മട്ടൺ ദം ബിരിയാണി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വിവരം പറയാം. കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു നീ എങ്ങനെയുണ്ട്? അതോ അടിപൊളി. അത്രയുണ്ടോ? അപ്പൊ അത്രയുള്ളോ. ഹാപ്പി വീക്കെൻഡ്.